ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. അതിൻ്റെ ഫില്ലിങ്സും ഡെക്കറേഷനും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ 2 കേക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ആ 2 സ്പഞ്ചും ഞാൻ വൈകുന്നേരം തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നൈറ്റാണ് കേട്ടോ. രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാതി ജോലി കഴിയും. അപ്പോൾ രാത്രി ആകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ആരും അടുത്ത് കാണില്ല. നമുക്ക് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ വെളുപ്പിന് ഈ ഒരു 2 ടൈമിലാണ് ഞാൻ കൂടുതലും കേക്ക് ചെയ്യാൻ നോക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഈ ഒരു കേക്കിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഷീറ്റും കൂടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്രീമൊക്കെ മെൽറ്റാവും. ചോക്ലേറ്റ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും നിൽക്കില്ല കേട്ടോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് മാക്സിമം ഞാൻ ചെയ്യാറില്ല. രാവിലെയും രാത്രിയൊക്കെ ആയിട്ടാണ് കൂടുതലും ചെയ്യാറുള്ളത് കേട്ടോ. ഇത് വന്നിട്ട് 1.5 kg വന്നിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ലേസർ പ്രിൻ്റൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ ഒരു കേക്കിലേക്ക്. ഇതിനായിട്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ആ ഒരു പ്രിൻറ്റിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനായി ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കേക്കിൽ എക്സ്ട്രാ ആയിട്ട് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ പ്രൈസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ ഒരു ലേസർ പ്രിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കസ്റ്റമർ നമ്മൾക്ക് ഒരുപാടധികം പ്രിൻറ്റുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു കേക്കിന് വേണ്ടിയിട്ടായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പ്രിൻറ്റിൻ്റെ റേറ്റ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കേക്കോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ ആയിട്ടുള്ള കേക്കുകൾ ചെയ്യുന്ന സമയത്ത് ഫില്ലിങ്സിൽ കൊടുക്കുന്ന ക്രീമിനകത്തേക്കായിട്ട് ഞാൻ ആ ഒരു സ്പഞ്ചിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു ഫ്ലേവർ ആയിട്ടുള്ള എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തേക്കുന്നത് ഞാൻ അതേപോലെയാണ് കേട്ടോ. കാരണം സെപ്പറേറ്റ് ആയിട്ടൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ ബാലൻസ് ക്രീമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കേക്കിനും അത് യൂസ് ആക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് മാറ്റിയ ഉടനെ തന്നെ ഞാൻ അടുത്ത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 2 കേക്കും ഞാൻ നൈറ്റ് തന്നെ ഫുള്ള് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രം കോട്ടിങ് മാത്രമേ നൈറ്റ് ചെയ്തുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്. വെളുപ്പിനെ എണീറ്റിട്ട് ബാക്കി ഫൈനൽ കോട്ടിങ്ങും ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്യുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും ഫില്ലിങ്സ് ആയിട്ട് ഞാൻ ചെറീസ് ഇടാറില്ല കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റാണ്. ഈ പറയുന്ന ചോക്ലേറ്റിന് വരെ നല്ല റേറ്റാണ്. പക്ഷേ നമ്മൾ കസ്റ്റമർക്ക് റേറ്റ് കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും ഇത്രയും റേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന റേറ്റ് അല്ല കേട്ടോ ഇപ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അന്നത്തെക്കാട്ടിയും ഒരു 50 രൂപയോ 100 രൂപയോ മാത്രമാണ് നമ്മൾ ഈ ഒരു 5 വർഷത്തിനിടയിൽ റേറ്റ് കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ സാധനങ്ങളുടെ റേറ്റൊക്കെ അതിൻ്റെ ഇരട്ടി കൂട്ടിയിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ചിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെറീസ് ഇട്ട് കൊടുക്കാത്തത്. കേക്കിൻ്റെ ഫില്ലിങ്സിൽ ചെറീസ് ഇടുന്നില്ലെന്ന് വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കുറയുന്നില്ല കേട്ടോ. കാരണം അതിന് പകരമായിട്ട് നല്ല റിച്ച് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നത്. കേക്കൊക്കെ നമ്മൾ രാവിലെ തന്നെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ടോപ്പിലേക്കായിട്ട് ഒരു ബ്രഷ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കസ്റ്റമർ നമ്മളത്തെ ഒരു നേവി ബ്ലൂ കളർ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു കളർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നേവി ബ്ലൂ കളർ കൊടുത്തപ്പോൾ നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടെന്ന കറക്റ്റ് കളറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ഡ്രോപ്പായിട്ട് നമ്മുടെ സ്കൈ ബ്ലൂവും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ നമ്മളത് തന്നിട്ടുള്ള ഡെക്കറേഷൻ അതേപോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു നോസിൽ ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ 2 ക്രീമിനും. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു നോസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിക്കാണ് പൈപ്പിംഗ് ബാഗിനകത്ത് നോസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുള്ളായെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് ആ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഗോൾഡൻ ലീഫ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്റൊക്കെ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കേക്ക് നമുക്കൊരു 1.5 മണിക്കുള്ളിൽ 2 മണിക്കകത്ത് എത്തിച്ചാൽ മതിയായിരുന്നു.
അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്രിൻ്റ് ഞാൻ വെച്ച് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ കാരണം രാവിലെ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും സമയം അത് കേക്കിൽ ലേസർ പ്രിൻ്റ് അല്ലേ, അപ്പോൾ അത്രയും സമയം അത് പ്രിൻറ്റിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ വെച്ചില്ല കേട്ടോ. കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആണ് അത് വെച്ചിട്ട് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഗോൾഡൻ ടെസ്റ്റ് ഞാൻ നമ്മുടെ കുഞ്ഞ് ടൈപ്പ് പാലറ്റ് നൈഫ് കൊണ്ടിട്ടാണ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. വേറെ ഡെക്കറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞ പാടെ തന്നെ ഞാൻ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ ഞാൻ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു രീതിക്ക് ആയിപ്പോയതാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡെക്കറേഷൻ തന്നെ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിനകത്ത് വെച്ച് കൊടുക്കുന്ന പ്രിൻ്റ് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന ആ സെയിം പിക്ചർ എൻ്റെ കയ്യിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിന് പകരമായിട്ട് എൽസേൻ്റെ ഒരു പ്രിൻറ്റും ബ്ലൂ കളറുള്ള ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. കസ്റ്റമറിൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞ് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് കേട്ടോ ഞാൻ ആ ഒരു ബ്ലൂ കളറാക്കിയിട്ട് ആ ഒരു എൽസയുടെ തീം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്ക് നമുക്ക് വൈകുന്നേരമാണ് കേട്ടോ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കേക്ക് ഡെലിവറിയും ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കുട്ടി ഡെക്കറേഷനായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 കേക്കുകളുടെയും ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.